ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡൊമിനിക്കിനെ കുറിച്ചിട്ടാണ്. ഡൊമിനിക്ക് ഫസ്റ്റായിട്ട് കാണുന്നത് വിചാരിക്കും നല്ല ട്വിസ്റ്റൊക്കെയാണല്ലോ, ഇങ്ങനെ ഈ പടം പൊട്ടിയെന്ന്. അതിന് നിങ്ങൾ 2021 ആ ടൈമിൽ ഇറങ്ങിയ തിട്ടം ഇരണ്ടു എന്ന് പറയുന്ന പടത്തെക്കുറിച്ചിട്ട് അറിയണം. തിട്ടം ഇരണ്ടു ഏകദേശം ഒരു 30% മലയാളികൾ കണ്ട പടമായിരിക്കും. അതിൻ്റെ ട്വിസ്റ്റ് എന്താണോ സെയിം ട്വിസ്റ്റാണ് നമ്മുടെ മലയാള സിനിമയായ ഡൊമിനിക്കിലുള്ളത്. ഡയറക്ടർ ചിലപ്പം ഒരു മലയാളി ഡയറക്ടറാണെങ്കിൽ നമ്മൾ ആ പടം കണ്ടിട്ടില്ല, പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി വേറെ ആയിരിക്കും, മറ്റേ ക്രിയേറ്റിവിറ്റി വേറെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഗൗതം വാസുദേവ് മേനോൻ തമിഴിൽ നിന്ന് ഇവിടെ വന്നിട്ടൊരു പടം ചെയ്തു, അതും തമിഴിലെടുത്ത പടത്തിൻ്റെ ക്ലൈമാക്സ് അതേപോലെ കോപ്പി അടിച്ചിട്ട്. അതാണ് ഡൊമിനിക്കിനെ അറിയിച്ച വിജയം കിട്ടാത്തത്. അർഹിച്ച വിജയം എന്ന് പറയാൻ പറ്റില്ല, സംഭവം കോപ്പി ആയാലും. തിട്ടമിരണ്ട് എന്ന് പറഞ്ഞ പടം റെയിൻബോ വൈസ് എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ കോപ്പിയാണ്. ഒരു ഇംഗ്ലീഷ്, സ്പാനിഷ് അങ്ങനെ കുറേ പടങ്ങൾ ഈ സെയിം പ്ലോട്ട് ഇതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതൊക്കെ എല്ലാ മലയാളിയും കാണണമെന്നില്ല, പക്ഷേ തമിഴ് പടമൊക്കെ മോസ്റ്റ് ഓഫ് ദ മലയാളി കാണും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഡൊമിനിക്കിന് കിട്ടാത്ത വിജയം അറിയിച്ചു തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഓൾറെഡി ഞാൻ ആ പടം തിട്ടമിരണ്ട് കണ്ടതാണ്. ഓൾറെഡി ഈ പടത്തിൽ എനിക്ക് ഒരു പകുതി ആകുമ്പം തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇത് അതേപോലെ അവസാനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാവും. തിട്ടമിരണ്ട് കാണാത്തവർക്ക് ഡൊമിനിക്ക് ഫസ്റ്റ് കാണാം, എന്നിട്ട് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് നോക്കാം. അടുത്തതായി നിങ്ങൾ തിട്ടമിരണ്ട് കാണുക.